ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 10-ാം ദിവസത്തെ നിയോഗ പ്രാർത്ഥന. ഈ നിയോഗ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അവരുടെ ആ അസാധ്യമായ രണ്ട് നിയോഗങ്ങളുണ്ടല്ലോ കർത്താവെ സമർപ്പിച്ചിരിക്കുന്നത്, യേശുനാമത്തിൽ അത് നടത്തി കൊടുക്കണമേ. ഈശോയുടെ നാമത്തിൽ ഇപ്പം തന്നെ നടത്തി കൊടുക്കണേ കർത്താവെ. കർത്താവെ, പാവിയായി എനിക്കും എൻ്റെ ഭവനത്തിനും ഈശോയെ ധ്യാനകേന്ദ്രത്തിനും മാതാവിൻ്റെ കപ്പേള പണിയും ധ്യാനകേന്ദ്രത്തിൻ്റെ പണിയും അവിടുന്ന് നടത്തി കൊടുക്കണം, തരണമേ കർത്താവെ. അത് നടത്തുവാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ കർത്താവെ. അതിനാവശ്യമായ പണിക്കാരെ നൽകണേ കർത്താവെ. കർത്താവെ, 16-ാം തീയതി നടക്കാൻ പോകുന്ന താമസമുള്ള ധ്യാനത്തെ അനുഗ്രഹിക്കണേ കർത്താവെ. ആ ധ്യാനം വൻ വിജയമാകട്ടെ. വരാൻ പോകുന്നവരെ തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിഴക്കെന്ന് ഈശോയുടെ നാമത്തിൽ അനേകം മക്കൾ വരട്ടെ. വരുന്ന എല്ലാവരും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈശോ നടത്താൻ പോകുന്ന 16-ാം തീയതിയിലത്തെ മരിയൻ ധ്യാനത്തെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിനും അതിൻ്റെ വർക്കുകൾ നടക്കാൻ പ്രാർത്ഥിക്കുന്ന സകല മക്കളെ അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ഈശോയെ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്. ഈ 12-ാം തീയതി പരീക്ഷ എഴുതുന്ന ബ്ലസ്സിയെയും അലൻ്റെനെയും സമർപ്പിക്കുന്നു. അതിനോട് ചേർത്ത് ഈശോയുടെ മക്കൾ ഇത് കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന അവരുടെ മക്കളുടെ പഠനവും പരീക്ഷയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മക്കളെ, ഈ അലൻ്റെയും ബ്ലസ്സിയുടെയും 12-ാം തീയതിയിലത്തെ എക്സാം വൻ വിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയുടെ മക്കളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണേ. പാവിയായി എനിക്കും കുടുംബത്തിനും ധ്യാനകേന്ദ്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഇത് കഴിഞ്ഞ് സമയം കണ്ടെത്തി 1 hour 1 മണിക്കൂർ പ്രാർത്ഥന, അത് നിങ്ങൾക്ക് ജപമാലയെല്ലാം ബൈബിള് വായിക്കാം, കരുണക്കന്തയെല്ലാം നന്ദി പറയാം. അങ്ങനെ എന്താണോ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾ ആ അസാധ്യമായ 2 കാര്യം നിയോഗം സമർപ്പിച്ച് അതെല്ലാം നടത്തി കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവെ. കടലിൽ മത്സ്യബന്ധനത്തിന് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടലിൽ ഷിപ്പിലും ബോട്ടിലും വള്ളത്തിലും ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കടൽ തൊഴിലാളികളെ അനുഗ്രഹിക്കണേ കർത്താവെ. ഫ്ലൈറ്റിലായിരിക്കുന്നവരെയും കർത്താവെ, ഭൂമിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും വാഹനം ഓടിക്കുന്നവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. വിവിധ തരത്തിൽ വിവിധ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിദേശത്ത് പഠിക്കാൻ പോയ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കും ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളുടെ അയൽവാസികളെ, ബന്ധുക്കളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, എനിക്ക് ആത്മീയമായിട്ട് വളരുവാനും കർത്താവെ ധ്യാനകേന്ദ്രം നോക്കി നടത്തുവാനും പാവിയായി എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ ഒരു തുള്ളി രക്തം എൻ്റെ മേൽ ഒഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ ഭവനം, വസ്തുക്കളും ധ്യാനകേന്ദ്രവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. രോഗാവസ്ഥയിൽ കിടക്കുന്ന സകല മക്കൾക്കും രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ നന്ദി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന സകല മക്കൾക്ക് ശാന്തി, സമാധാനം, സൗഭാഗ്യം ഈശോയുടെ മക്കൾക്കുണ്ടാകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. യൂട്യൂബിലെ കർത്താവെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും യൂട്യൂബിലും കൂടി പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന സകല മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരും 43 ദിവസത്തെ യോഗ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ നന്ദി. സ്വസ്ത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, നിങ്ങളുടെ ആവശ്യ മേഖലകളിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളെയും കർത്താവിൻ്റെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തത്താൽ കഴുകണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തത്താൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുക. ആർത്തിയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവേ, നിൻ്റെ ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴുക്കിയിടണേ
യേശുവിൻ്റെ രക്തം, തിരുരക്തം ഒഴുകിയിടട്ടെ, ഒഴുകിയിടട്ടെ. യേശുവിൻ്റെ രക്തം, തിരുരക്തം പൊതിഞ്ഞിടണേ ഈശോ, പൊതിഞ്ഞിടണേ. തിരുരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞിടണേ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരം ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ പേശൽമയാമേ. മരിയേ വാഴുക, മരിയേ വാഴുക. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.